തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുത്തുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ. നിലമ്പൂർ ചന്തക്കുന്നിലാണ് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടിയുള്ള ചുവരെഴുത്ത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നമ്മൾ ആദ്യമായിട്ട് ചന്തക്കുന്നില് നമ്മൾ ചുമരെഴുത്ത് തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കലല്ല ഒരു തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ടത്. UDF ആരെയാണോ സ്ഥാനാർത്ഥിയാക്കുന്നത് അവർക്ക് പ്രവർത്തിക്കാനാണ് ഞങ്ങളുടെ നേതൃത്വം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ 4-5 പരിപാടികളാണ് ഈ മണ്ഡലത്തിൽ നടത്തിയത്. OCK ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് 12,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട UDFന്റെ നേതാക്കന്മാരെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹത്തായ ഒരു യോഗം തന്നെ നടന്നു, ഒരു കൺവെൻഷൻ നടന്നു. അതില് പ്രിയപ്പെട്ട പാണക്കാട് തങ്ങളും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും VS ചോയും മാര്യടൻ ഷൗക്കത്തും ഒക്കെ, അതേപോലെ തന്നെ ഇക്ബാൽ മാഷും PV അബ്ദുള്ള സാഹിബും ഒക്കെ അവരുടെ നിലപാടുകൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മള് സ്ഥാനാർത്ഥിയല്ല നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നോക്കുന്നത്. UDF ആരെയാണോ സ്ഥാനാർത്ഥിയാക്കുന്നത് അവരെ വിജയിപ്പിക്കാനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രംഗത്തിറങ്ങുന്നത്. സ്ഥാനാർത്ഥിയുടെ പേരില്ലെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുള്ള ചുവരെഴുത്താണ് ഉള്ളത്. ഇലക്ഷൻ പ്രഖ്യാപനവും സ്ഥാനാർത്ഥി നിർണയവും നടന്നിട്ടില്ലെങ്കിലും മുസ്ലിം ലീഗ് പ്രവർത്തകർ ആവേശത്തിലാണ്. 2016 നഷ്ടമായ നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന ആവേശമാണ് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെയും മുഖത്ത് തെളിയുന്നത്. പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ വിധി എഴുതാനുള്ള ഒരു അവസരമായിട്ടാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. നമുക്കറിയാം, ഒട്ടനവധി വിഷയങ്ങൾ, സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. XMLA പറഞ്ഞതുപോലെ ഇത് പിണറായി സർക്കാരും നിലമ്പൂരിലെ ജനത നൽകുന്ന, ഈ കേരളത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ്. പിണറായി സർക്കാരിനെതിരെ ഒന്നാമത്തെ തിരിച്ചടിയായി ഈ ഒരു വിജയത്തെ, UDFന് ഈ ഒരു വിജയം കൈവരിക്കുക എന്നുള്ള ഒരു ദൗത്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ കമ്മിറ്റിയിലെ ഈ കമ്മിറ്റി അടക്കമുള്ള ഇതിന്റെ പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതൊരു തുടക്കമാണ്. ഇനി അങ്ങോട്ട് ഇവിടെ പറഞ്ഞതുപോലെ ഈ മുൻ MLA രാജിവെച്ചത് മുതൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുസ്ലിം ലീഗ് ഇറങ്ങിയിരിക്കുകയാണ്. UDFന്റെ സ്ഥാനാർത്ഥി ആര് എന്നതല്ല, അവരുടെ നേതൃത്വം ശ്രീ സയ്യിദ് സാദിഖ് അലി ഷാദങ്ങള്, ശ്രീ PV അബ്ദുൽ വഹാബ് സാഹിബ് അടക്കമുള്ള ജില്ലാ സെക്രട്ടറി ശ്രീ അബ്ദുൽ ഹമീദ് അടക്കമുള്ള ആളുകളുടെ ആഹ്വാന പ്രകാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത് UDFന് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലമാക്കിയിട്ടുള്ള ഒരു വിജയം കൈവരിക്കാൻ സജ്ജമായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടത്തിയ ലീഗിന്റെ ജാഗ്രതാ സംഗമത്തിലേക്ക് നിരവധി പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത്. സ്ഥാനാർത്ഥി ആരായാലും UDF വിജയം മാത്രമാണ് ലീഗിന്റെ ലക്ഷ്യം. SS Gold, Pure Gold. SS Group, Nilambur.